feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believe. Hi, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം എപ്പിസോഡ് നമ്മൾ കാണിക്കാൻ പോകുന്ന പട്ടായയിലാണ്. ഇപ്പോൾ പട്ടായയിൽ നിങ്ങൾ എപ്പോഴും അറിയപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റും അവിടുത്തെ എന്താ പറയുക മസാജ് പാർലേഴ്സും പബ്ബും റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ നമ്മളെ വീഡിയോസ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പട്ടായയിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എയ്റോപ്ലെയിൻ കോഫി ഷോപ്പാണ്. ബാങ്കോക്കിൽ ഇതിന് മുന്നേ 747 എന്ന് പറയുന്ന ബാങ്കോക്കിലെ കോഫി ഷോപ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ പട്ടായയിലും ഉണ്ട് ഇതുപോലുള്ള ഒരുപാട് കോഫി ഷോപ്സ്. ഇതിൻ്റെ ഒരു കോഫി ആർ 331 എന്ന് പറയുന്ന എയ്റോപ്ലെയിൻ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 100 ബാത്താണ്. 100 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഫി നമുക്ക് ഇതിൻ്റെ ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ കോഫി വാർ എന്ന് അപ്പുറത്ത് വേറെ എയ്റോപ്ലെയിൻ ഉണ്ട്, അതിന് വേറെ ടിക്കറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിന് മുന്നേ ബോയിങ് 747 എന്ന് പറയുന്ന ബാങ്കോക്കിൽ മറ്റൊരു എയ്റോപ്ലെയിൻ നമ്മൾ കാണിച്ചിരുന്നു, നമുക്ക് കാണാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കണ്ടോ. അപ്പോൾ പട്ടായയിൽ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കാഴ്ചകളുണ്ട്. ഒരു ടിക്കറ്റ് കൗണ്ടർ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 5 കൂടി ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കണ്ടോ, നമുക്ക് പോകേരാം. ഇതാണ്ടോ ബോർഡിംഗ് പാസ് ഫ്രം 331 സ്റ്റേഷൻ കോഫി വാർ പെർഫെക്റ്റ് ബ്ലെൻഡ് ബോർഡിംഗ് ടൈം 8 to 6 എയർബസ് A330 ഗേറ്റ് 331 സ്റ്റേഷൻ. നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. അൻവേ എയറോപ്ലെയിൻ ഇടാം. ഓക്കെ, ഇതാ അപ്പോൾ നമ്മൾ കയറുകയാണ് എയറോപ്ലെയിനിലേക്ക്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു എയർഫോഴ്സിൻ്റെ മറ്റൊരു വിമാനം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ഉണ്ടോ, വാ കയറിക്കോ. എയറോപ്ലെയിൻ ഇടാ, നോക്കടാ. അപ്പോൾ നമ്മൾ എയറോപ്ലെയിൻ്റെ അകത്ത് കയറുകയാണ്, നോക്കിക്കോ. ഇത് അപ്പുറത്ത് വേറെ എയറോപ്ലെയിൻ ഉണ്ട്, ഒരുപാട് എയറോപ്ലെയിൻ ഉണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പട്ടായയിലെ വെറൈറ്റി കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഇടുന്നാ കോക്ക്പീറ്റിലേക്ക് പോവാം. കോക്ക്പീറ്റിൽ നമുക്ക് നോക്കാം. ഇതാ നമ്മൾ കോക്ക്പീറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഉണ്ടോ, ശരിക്കും അടിപൊളിയാണ്. ഇതാ കോക്ക്പീറ്റ്. ഇതാ നല്ല ഗംഭീരമായ കോക്ക്പീറ്റ് നമുക്ക് കാണാം. കോക്ക്പീറ്റിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. അൻവേ വാടാ, അൻവേ വാ, നമുക്ക് കോക്ക്പീറ്റിൽ ഇരുന്നിട്ട് കാണാം. ഇതാ കോക്ക്പീറ്റിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ലിഫ്റ്റ് ഓപ്പൺ, ഓക്സിജൻ മാസ്ക്, കുറേ ബോക്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം മറ്റേ പൈലറ്റ് മാറ സംഭവങ്ങളാണ്. ഇവിടെ ഒരുപാട് ബട്ടൺസും കാര്യങ്ങളിലുണ്ട്. അൻവേ നോക്കിയതാ, അൻവേ ഇതൊന്നും പിടിച്ചാൽ മതിയായിട്ട് ഇനി പിടിച്ചാൽ മതി. പ്ലെയിൻ നോക്കടാ, കോക്ക്പീറ്റിലെ കയറിയിരിക്കുന്നു പ്ലെയിൻ കണ്ടാ. ഇത് മറ്റേ പൈലറ്റിൻ്റെ എന്തോ സംഭവമാണ്. ഹാൻഡിലെ സാധനങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ, സ്വിച്ചും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. എന്താ ഓ ഇത്രയോ ബട്ടൺസ് എല്ലാം നോക്കിയിട്ട് ബട്ടൺ നോക്കിയിട്ട് ബട്ടൺ നോക്കിയിട്ട് ഇനി. അപ്പം ഞാനും അൻവയും ബിസിനസ് ക്ലാസ് കയറിയിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് പോകാൻ പോവുകയാണ്. ബോയിങ് 331 എന്ന് പറയുന്ന വിമാനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്തവർക്കൊണ്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാം, കോഫി കുടിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പട്ടായയിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. വാ നമുക്ക് ഇറങ്ങാൻ അങ്ങോട്ട് വാ. അതാ അമ്മയാട് ഇരുന്നിച്ചതാ, എത്രയാ അത് എടുത്താ വിൻഡോ കണ്ടിഞ്ഞ് സൈഡിൽ വിൻഡോ കഥാ അമ്മയാട് ഇരുന്നിച്ചതാ. നമുക്ക് ഇനി ഈ സീറ്റിലേക്ക് കൂടെ ഇറങ്ങിയാലോ? നമുക്ക് ഇപ്പുറത്ത് നോക്കാം. അത് നമ്മൾ കണ്ടല്ലോ, ഇനി വേറെ ഒന്നും കൊണ്ടിടയില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കൂടെ ഇറങ്ങാം. അപ്പോൾ ഞാൻ ഇത് ഡോറുണ്ട് ഇനി. എൻ്റെ അമ്മോ, ഇതാ വിമാനത്തിൻ്റെ കോഫി വാർ കണ്ടോ. എന്താ മോനെ, അപ്പുറത്ത് കുറേ മലകളെല്ലാം കാണാൻ പറ്റും, ഭയങ്കര വ്യൂ ആണ്. കോഫി വാർ 331 സ്റ്റേഷൻ തന്നെ അപ്പുറത്ത് വേറെ വിമാനം കൂടി ഉണ്ട്. ഉണ്ടോ, ഇതെല്ലാം ബോയിങ് വിമാനങ്ങളാണ് കേട്ടോ. ഇറങ്ങാം നമുക്ക്, വാ. I grew up in a place where they told you what to chase, told you how to run the race, every move was on the page, but I didn't like their way. Had to fight and misbehave, had to find a way to change, had to leave to find my way. Caught up in a daydream, I beat my mind up there almost daily. It's how I pass time, no opinions safely. It's how I understand what I want in this place, see. Cause everybody wanna tell you bad things, what could go wrong, what fame brings. But success is a finicky thing, and if you ain't sure, no, it'll never be.
ഒരുപാട് മിലിറ്ററി യൂണിഫോമുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു തൊപ്പി മേടിച്ചിട്ടുണ്ട് മിലിറ്ററീൻ്റെ, നല്ല രസമുണ്ടാണ്. പിന്നെ ഒരുപാട് ടെൻറ്റുകളും കാര്യങ്ങളും കണ്ട പിന്നെ ആർമിയിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു എനിക്കറിയില്ല ഫ്രഷ് ആണോ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് അറിയില്ല. ഒരുപാട് ജാക്കറ്റ്സും അവർ യൂസ് ചെയ്ത ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെയിലിൽ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നത് പഴയ ആൾക്കാർ അവർ യൂസ് ചെയ്ത സംഭവം തന്നെയാണ് തോന്നുന്നുണ്ട്. കണ്ടോ, പഴയ ഗ്രാമഫോണും അവരെ യൂണിഫോമും കാണാൻ സാധിക്കും. കണ്ടോ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂസ് ചെയ്ത അവർ പണ്ട് വേൾഡ് വാറിൽ യൂസ് ചെയ്ത ടൈപ്പ് റൈറ്റേഴ്സ്, പഴയ ടൈപ്പ് റൈറ്റേഴ്സ് ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ പട്ടായ തന്നെ വരണം. പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമല്ല, ഇങ്ങനെ ഹിസ്റ്ററീനെ സൂചിപ്പിക്കുന്ന ഒരുപാടുണ്ട്. പഴയ അവരെ മെഡലുകളും മറ്റു സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, കത്തിയും അവരെ ഗ്ലാസ്സുകളും പിന്നെ പഴയ ഫാന് എന്തൊക്കെയോ സംഭവങ്ങളിവിടെ നമുക്കുണ്ട്. കണ്ടോ, പഴയ അവരെ എന്താ പറയുക പ്ലെയിനിൻ്റെ പാർട്സുകളും അവർ യൂസ് ചെയ്ത ലൈറ്റ്സും എല്ലാ ശരിക്കും ഈ പട്ടായൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ, അതായത് 1945 1950 കാലഘട്ടങ്ങളിൽ US ആർമി അവർ രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചതിന് ശേഷം അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വന്ന സ്ഥലമായിരുന്നു ഈ പട്ടായ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബീച്ച് സൈഡും നല്ല അടിപൊളി ക്ലൈമറ്റുള്ള ഒരു സ്ഥലമാണ് ഈ പട്ടായ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വന്ന് എന്താ പറയുക സ്ത്രീകളായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിക്ക് ഏർപ്പെടാനും അതിനൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു സ്ഥലമാണ് പട്ടായ എന്ന് പറയുന്നത്. അതാണ് പട്ടായൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഹിസ്റ്ററി കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും പഴയ അവരുടെ ഡ്രസ്സുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം പഴയ എയ്റോപ്ലെയിൻ്റെ പാർട്സും പിന്നെ എന്താ പറയുക യുദ്ധത്തിന് ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ആ ഒരു വിമാന സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിപ്പം കയറിയ വിമാനം കോഫി വാർ 331 എന്ന് പറഞ്ഞ കോഫി വിമാനത്തിൽ നമ്മൾ കയറിയത്. ഇത് വേറെ വിമാനം ഇവിടെ കാണാൻ പറ്റും. അതിനും വേറെ എൻട്രി ടിക്കറ്റാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, കോഫി വാർ 331 സ്റ്റേഷൻ അതിൻ്റെ അടിയിലേക്ക് നടക്കുന്നുണ്ട്. ഇത് നമ്മളെ മറ്റേ ലഗേജെല്ലാം കയറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് അടുത്ത ഹെലികോപ്റ്റർ കാണാൻ പോവാം. കണ്ടോ, ഹെലികോപ്റ്റർ ഉണ്ട്. US-ൻ്റെ പഴയ ബോട്ട് കണ്ടോ, US-ൻ്റെ ഫ്ലാഗെല്ലാം അവിടെ പറക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് കയറിയാലോ, യുക്രൈൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ കയറിയാലോ നമുക്ക് മുൻപേ കയറിയാലോ. Place where they told you what to chase, told you how to run the race, every move was on the page, but I didn't like their way, had to fight and misbehave, had to find a way to change, had to leave to find my way. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനിയും നല്ല നല്ല പട്ടായ വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വൈഭവ്, അഞ്ജു, അൻവേ സൈനിങ് ഓഫ്. Place where they told you what to chase, told you how to run the race, every move was on the page, but I didn't like their way, had to fight and misbehave, had to find a way to change, had to leave to find my way, caught up in a daydream, I be in my